ഡാൻഡ്രഫ് ഉള്ളവർ അറിയാതെ ചെയ്യുന്ന ഈ 3 തെറ്റുകൾ ശ്രദ്ധിക്കുക. ഡാൻഡ്രഫ് കുറയ്ക്കാനാണ് പലരും ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ സ്കാൽപ്പിലെ ചൊറിച്ചിൽ, ഫ്ലേക്സ്, ഇറിറ്റേഷൻ എന്നിവ കൂടുതൽ വഷളാക്കാം. നിങ്ങളും ഇതിലേതെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ തെറ്റ് ഫ്ലേക്സ് കാണുമ്പോൾ നഖം കൊണ്ട് ചൊറിഞ്ഞ് കളയുന്നതാണ്. തലയിൽ വെളുത്ത ഫ്ലേക്സ് കാണുമ്പോൾ നഖം കൊണ്ടോ കോമ്പ് കൊണ്ടോ സ്ക്രേപ്പ് ചെയ്ത് കളയുമ്പോൾ സ്കാൽപ്പ് ക്ലീൻ ആയതുപോലെ തോന്നാം. പക്ഷേ നിങ്ങൾ നീക്കം ചെയ്യുന്നത് ഫ്ലേക്സ് മാത്രമായിട്ടില്ല. സ്കാൽപ്പിൻ്റെ പ്രൊട്ടക്റ്റീവ് സ്കിൻ ബാരിയറിനും ചെറിയ ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് റെഡ്നെസ്, ബേണിങ്, ചെറിയ വൂൺസ് എന്നിവ ഉണ്ടാകാം. അതുകൊണ്ട് ഫ്ലേക്സ് ഫോഴ്സായി റിമൂവ് ചെയ്യുന്നതിന് പകരം സ്കാൽപ്പ് ജെന്റ്ലി ഹാൻഡിൽ ചെയ്യുക. നഖം ഷോർട്ടായി സൂക്ഷിക്കുക. രണ്ടാമത്തെ തെറ്റ് താരൻ മാറാൻ കൂടുതൽ എണ്ണ ഇടുന്നത്. ഇതാണ് വളരെ കോമൺ ആയ മിസ്റ്റേക്ക്. ഡ്രൈ സ്കാൽപ്പിലും ഫ്ലേക്സ് ഉണ്ടാകാം. പക്ഷേ ഡാൻഡ്രഫും സാധാരണ ഡ്രൈ സ്കാൽപ്പും ഒരേ കാര്യമല്ല. ഡാൻഡ്രഫിൽ സ്കാൽപ്പ് ഓയിൽ, സ്കിൻ ഇൻഫ്ലമേഷൻ, കൂടാതെ സ്കാൽപ്പിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന മെലാസിയസ് എന്ന ഈസ്റ്റിനോടുള്ള പ്രതികരണം എന്നിവയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് ദിവസവും ഹെവി ഓയിലിംഗ്, രാത്രി മുഴുവൻ തലയിൽ എണ്ണ തേച്ച് കിടക്കുക എന്നുകൊണ്ട് എല്ലാവർക്കും താരം മാറണമെന്നില്ല. ചിലരിൽ ഗ്രീസ്നെസ്, ബിൽഡപ്പ്, ചൊറിച്ചിൽ എന്നിവ കൂടാം. ഓയിൽ ഉപയോഗിച്ച ശേഷം ഡാൻഡ്രഫ് അല്ലെങ്കിൽ ചൊറിച്ചിൽ കൂടുന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ തെറ്റ് ഹെയർ ഫോൾ പേടിച്ച് മുടി കഴുകാത്തത്. തല കഴുകുമ്പോഴാണ് മുടി കൊഴിച്ചിൽ കൂടുന്നതെന്ന് പലർക്കും തോന്നും. പക്ഷേ പ്രത്യേകിച്ച് ഓയിലി സ്കാൽപ്പുള്ളവരിൽ ഹെയർ വാഷ് വളരെ വൈകുമ്പോൾ സീബം, വിയർപ്പ്, ഡെഡ് സ്കിൻ സെൽസ്, ഹെയർ പ്രോഡക്ട്സ് എന്നിവ സ്കാൽപ്പിൽ അടിഞ്ഞുകൂടാം. ഇതുകൊണ്ട് ഫ്ലേക്സ് കൂടുതൽ വിസിബിൾ ആവുകയും ചൊറിച്ചിൽ കൂടുകയും സ്കാൽപ്പ് അൺകംഫർട്ടബിൾ ആവുകയും ചെയ്യും. ഹെയർ വാഷ് ചെയ്യുമ്പോൾ കാണുന്ന എല്ലാ മുടിയും ഷാംപൂ കാരണം കൊഴിഞ്ഞാണെന്ന് കരുതരുത്. ഇതിനകം ഷെഡിങ് ഫേസിലുള്ള ഹെയർസ് എല്ലാം ഒരുമിച്ച് പുറത്തു വരുന്നതാകാം. അതുകൊണ്ട് സ്കാൽപ്പ് ടൈപ്പിന് അനുയോജ്യമായ ഫ്രീക്വൻസിയിൽ റെഗുലർ ആയിട്ടുള്ള ഹെയർ വാഷ് ചെയ്യുകയാണ് വേണ്ടത്. ഡാൻഡ്രഫ് വീണ്ടും വീണ്ടും വരികയും ശക്തമായ ചൊറിച്ചിൽ, റെഡ്നെസ്, തിക്ക് സ്കെയിലിങ് എന്നിവ തുടങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് കണ്ടീഷൻ ശരിയായി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് പ്രധാനം. അടുത്ത വീഡിയോയിൽ ഡാൻഡ്രഫ് ഉള്ളവർ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോപ്പർ ഹെയർ വാഷ് റുട്ടീൻ പറഞ്ഞുതരാം. ആഴ്ചയിൽ എത്ര തവണ തല വാഷ് ചെയ്യണം, ഓയിൽ എപ്പോൾ ഇടണം, ഹെയർ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഡാൻഡ്രഫ് വീണ്ടും വീണ്ടും വരുന്നത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.